രാജാവെന്നും രാജാവ് തന്നെയാണ്. അതിപ്പോൾ ഇനി എവിടെ പോയാലും അല്ലേ. ക്രിസ്ത്യാനോ റൊണാൾഡോ യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ആൾ ടൈം ടോപ്പ് സ്കോറർ ആദരവ് ഏറ്റുവാങ്ങി. ഇന്ന് നടന്ന ചാമ്പ്യൻസ് ലീഗിൻ്റെ ഗ്രൂപ്പ് സ്റ്റേജിലെ നറുക്കെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്ന ചടങ്ങിലാണ് അദ്ദേഹം ഈ ഒരു അവാർഡ് ഏറ്റുവാങ്ങിയത്. ചാമ്പ്യൻസ് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നഷ്ടങ്ങളിൽ ഒന്നാണ് റൊണാൾഡോയുടെ സൗദിയിലേക്കുള്ള കൂടുമാറ്റം, അതുപോലെ ലയണൽ മെസ്സിയുടെ ഇൻ്റർ മിയാമിയിലേക്കുള്ള പോക്ക് അല്ലേ. അപ്പോൾ ഈ ഒരു ടീം മാറ്റങ്ങളൊക്കെ സംഭവിച്ചതിനാൽ ചാമ്പ്യൻസ് ലീഗിൻ്റെ പവർ ഒന്നോടെ ഉണ്ടാവും. എങ്കിലും ഈ ഒരു പ്ലെയേഴ്സൊക്കെ ചാമ്പ്യൻസ് ലീഗിലില്ല എന്ന് പറയുമ്പോൾ അതൊക്കെ നമുക്കൊന്ന് ആലോചിച്ചിട്ട് വേണം. നമുക്ക് മത്സരങ്ങളൊക്കെ അറിയുമ്പോൾ റയലിൻ്റെ ബായ്സിൻ്റെ ഒക്കെ മത്സരം ഒരു റയൽ ബായ്സയിലൊക്കെ ആയി നിന്ന് നമ്മളൊക്കെ ഓൽക്കെതിരെ ഏത് മത്സരമാണെന്നുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ ചാമ്പ്യൻസ് ലീഗിൻ്റെ നറുക്കെടുപ്പ് സമയങ്ങളിലൊക്കെ നമ്മളെ ടീമിൽ, നമ്മൾ ഇഷ്ടപ്പെടുന്ന ടീമിൽ അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന താരത്തിൻ്റെ ടീമിൽ ഗ്രൂപ്പിൽ ഏതൊക്കെ ടീം ഓപ്പോസിറ്റ് വരുന്നുണ്ട്, ആ ടീമിൽ ഗ്രൂപ്പിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആവേശത്തോടെ അങ്ങനെ കാത്തിരിക്കും. അപ്പം ഇങ്ങനെ നെയ്മർ പോയി, മെസ്സി പോയി, റൊണാൾഡോ പോയി. നെയ്മറും മെസ്സിയും റൊണാൾഡോ അല്ല ഫുട്ബോൾ. ഇതിൻ്റെ മുന്നേ ഒരുപാട് താരങ്ങൾ വന്നിട്ടുണ്ട്, ഇനിയും വരും, ഇപ്പോൾ വന്നിട്ടുമുണ്ട്. പക്ഷേ ഇവരൊക്കെ പോയതിന് ശേഷം ഒന്നിങ്ങനെ പതിയെ ഇങ്ങനെ, കാരണം ഇപ്പോൾ കാലഘട്ടത്തിൽ ജീവിക്കുന്ന അധിക പേരും ഇവരൊക്കെ കളി കണ്ട് വന്ന ആളുകളാണ്. ഇവരെ കളിയൊന്നും മീൻസ് നമ്മുടെ പഴയ കാലഘട്ടം റൊണാൾഡോ, റൊണാൾഡീനോ, അതിദാന് പോലുള്ള കാലഘട്ടത്തിന് ശേഷം ഇവരെ കളിയാണ് കൂടുതൽ ആളുകൾ വീക്ഷിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവരൊക്കെ മറ്റുള്ള ക്ലബ്ബുകളിലേക്ക്, സൗദി അറേബ്യയിലേക്കും അതുപോലെ അമേരിക്കൻ ടീമിലേക്കൊക്കെ പോയപ്പോൾ ഒരുപാട് നഷ്ടമാണ് ചാമ്പ്യൻസ് ലീഗ് ടൂർണമെൻറ്റിനും ഫാൻസിനും ഒക്കെ അല്ലേ. അപ്പോൾ ഏതായാലും റൊണാൾഡോ ചാമ്പ്യൻസ് ലീഗിൽ ആൾ ടൈം ടോപ്പ് സ്കോറർക്കുള്ള അവാർഡ് ഏറ്റുവാങ്ങിക്കുകയാണ്. കിങ് അദ്ദേഹത്തിൻ്റെ ലെവൽ ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇന്ന് നമുക്ക് മനസ്സിലാവുന്നത്.